ന്യൂ എസ് സി ആർ ടിയിലെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ആണ് ഇന്ന് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രഭുക്കൾ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികൾ. കോവി ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ് കോവി. കോവി ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശം. പെനാൽറ്റി വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിൻ്റെ വാടകയും ഇതിലുൾപ്പെടുന്നു. ബെൻവിൻ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിനുമേലുള്ള കുത്തക നികുതി. പിയേഷ് പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കം. ടെറാഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേക കരം. ഇത് ചിലപ്പം ചേരുംപടി ചേർക്കാനായിരിക്കും ക്വസ്റ്റ്യൻസ്. സോ ടെറഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്ന് പിരിക്കുന്ന പ്രത്യേക കരമാണ്. പിയേഷ് പാലങ്ങൾ, റോഡുകൾ എന്നിവയ്ക്ക് മേലുള്ള ചുങ്കമാണ്. ബെൻവിൻ തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ചിരുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതിയാണ്. പെനാൽറ്റി വീഞ്ഞു നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിയുടെ ഉടമസ്ഥതയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കുന്നതിന് വാടകയും ഇതിലുൾപ്പെടുന്നു. കോവി ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമാണ്. ഇത് ന്യൂ എസ് സി ആർ ടിയിൽ വന്നതാണ്. വളരെ ഡെപ്ത് തന്നെ കൊടുത്തത് കൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതുവരെ ഇങ്ങനത്തെ ഒരു പാഠഭാഗത്തിൽ ഇങ്ങനെയൊരു മറ്റ് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന നികുതികളൊന്നും കൊടുത്തിട്ടില്ല. അപ്പം ഇതുണ്ടായിരുന്നു. ഇത് എ ഹിസ്റ്ററി ഓഫ് മോഡേൺ ടൈംസ് ഫ്രം 1789 എന്ന റെഫറൻസിൽ നിന്നുള്ളതാണ്. ഗാബൽ 13-ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയാണ് ഗാബൽ. 15-ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറ്റി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗാബൽ. റൂസോ വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രമീമാംസകനുമായിരുന്നു റൂസോ. അദ്ദേഹത്തിൻ്റെ കൃതിയായ സാമൂഹ്യ ഉടമ്പടി ദി സോഷ്യൽ കോൺട്രാക്റ്റ് വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെ നിർവചിച്ചു. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു. അതിനാൽ രാജാവിന് ഭരിക്കുവാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. റൂസോ നിലവിലുള്ള അധികാരഘടനയെ എതിർത്തു. റൂസോയുടെ ആശയങ്ങൾ പ്രകൃതിവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്നതായിരുന്നു റൂസോയുടെ അഭിപ്രായം. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രചോദനമായി തീർന്നു. മൊണ്ടസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിൻ്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. നിയന്ത്രിത രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി തിരിക്കാമെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയായ നിയമത്തിന്റെ ആത്മാവ് ദി സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന ഗ്രന്ഥം ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്തു. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തൻ്റെ വിഖ്യാത കൃതിയായ 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് രാജാവിൻ്റെ ദൈവദത്ത അവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. ഇവരിൽ പ്രമുഖരായിരുന്നു ടെർഗോ, നെക്കർ തുടങ്ങിയവർ. ലൂയി 16-ാമൻ്റെ ഉപദേഷ്ടാവായിരുന്ന ടെർഗോ ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ചു. മധ്യവർഗത്തിൻ്റെ താൽപ്പര്യങ്ങളായിരുന്നു ഇവരുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രതിഫലിച്ചത്. കർഷകർക്ക് പ്രോത്സാഹനം നൽകുക, ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയായിരുന്നു. വസ്ത്രം പ്രതിഷേധത്തിൻ്റെ പ്രതീകം. ഫ്രാൻസിലെ ഉന്നത കുലജാതർ പരമ്പരാഗതമായി ധരിച്ചിരുന്നത് കാൽമുട്ട് വരെ ഇറക്കമുള്ള ബ്രീച്ചുകൾ എന്നറിയപ്പെടുന്ന ഒരു തരം പാൻസ് ആയിരുന്നു. ഉന്നത കുലജാതരോടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും കാൽപാദം വരെ എത്തുന്ന പാന്റലോൺ എന്നറിയപ്പെടുന്ന നീളൻ ട്രൗസറുകൾ ധരിക്കാൻ തുടങ്ങി. ഇവർ സാൻസ്കുലേറ്റുകൾ എന്നറിയപ്പെട്ടു. സാൻസ്കുലോറ്റുകൾ
വിപ്ലവാനുകൂലികളുടെ പ്രതീകമായി പാന്റലോൺ മാറി. കൂടുതൽ ആളുകൾ പാന്റലോൺ ധരിക്കാൻ തുടങ്ങിയത് ഈ വിപ്ലവം ജനകീയമായി മാറി എന്നതിന്റെ തെളിവായി. ഫ്രീജിയൻ തൊപ്പിയും വിപ്ലവത്തിന്റെ പ്രതീകമായിരുന്നു. അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെട്ടവർ എന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് തൊഴിലാളികൾ ചുവപ്പു നിറമുള്ള ഫ്രീജിയൻ തൊപ്പി ധരിച്ചത്. അസൈനാറ്റ് 1789 ഫ്രാൻസിൽ പുറത്തിറക്കിയ പേപ്പർ കറൻസിയുടെ പേരായിരുന്നു അസൈനാറ്റ്. ഫ്രഞ്ച് സമ്പദ് വ്യവസ്ഥയെ സുസ്ഥിരമാക്കുവാനും ദേശീയ കടം വീട്ടാനുമുള്ള ബോണ്ടും പണവുമായി ഇതിനെ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. കാലക്രമേണ ഗവൺമെന്റ് അതിന്റെ ചെലവുകൾ വഹിക്കുന്നതിനായി അമിതമായ അളവിൽ അസൈനാറ്റ് അടിച്ചിറക്കാൻ തുടങ്ങി. ഇത് വൻതോതിലുള്ള പണപ്പെരുപ്പത്തിനും കറൻസി ദ്രുതഗതിയിലുള്ള മൂല്യത്തകർച്ചയ്ക്കും കാരണമായി. 1796 അസൈനാറ്റിന്റെ മൂല്യം നഷ്ടപ്പെട്ടു. പാൻ സ്ലാവ് പ്രസ്ഥാനം. കിഴക്കൻ യൂറോപ്പിലെ സ്ലാവ് വംശജർ വസിക്കുന്ന പ്രദേശങ്ങളെല്ലാം ഏകീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച പ്രസ്ഥാനമാണിത്. ബാൽക്കൻ രാജ്യമായ സെർബിയ ഇതിൽ നേതൃത്വം നൽകി. ഈ പ്രസ്ഥാനത്തെ റഷ്യ പിന്തുണച്ചു. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാൽക്കൻ രാജ്യമായ സെർബിയയാണ്. പാൻ ജർമ്മൻ പ്രസ്ഥാനം ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ്. മധ്യ യൂറോപ്പിലേക്കും ബാൽക്കൺ മേഖലയിലേക്കും അധികാരം വ്യാപിപ്പിക്കാനായി ട്യൂട്ടോണിക് വംശജരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ സൈനിക സഖ്യങ്ങളായിരുന്നു ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. ത്രികക്ഷി സഖ്യത്തിൽ ഇറ്റലി, ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് എന്നിവരായിരുന്നു. സർവ്വരാജ്യ സഖ്യം ലോക സമാധാനം സംരക്ഷിക്കുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനും ഒരു അന്തർദേശീയ സംഘടന രൂപീകരിക്കണമെന്ന ആശയം അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ മുന്നോട്ട് വെച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1920 ജനുവരി 10 ലോക സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കുന്നതിന് രൂപീകരിച്ച അന്തർദേശീയ സംഘടനയാണ് സർവ്വരാജ്യ സഖ്യം. ബെനിറ്റോ മുസോളിനി ഇറ്റലിയിൽ ഫാസിസത്തിന് നേതൃത്വം കൊടുത്തു. 1922 അധികാരം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുത്തി തലസ്ഥാനമായ റോമിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിന് ശേഷം അധികാരത്തിൽ വന്നു. കരിങ്കുപ്പായക്കാർ എന്ന സായുധ സംഘടന രൂപീകരിച്ചു. ഫാസിസ്റ്റ് ഇതര പാർട്ടികളെ നിരോധിച്ചു. സോഷ്യലിസ്റ്റ്, തൊഴിലാളികൾ, കർഷക പ്രസ്ഥാനങ്ങളോടുള്ള ശത്രുത. 1922 റോമിലേക്ക് മാർച്ച് നടത്തിയത്. കരിങ്കുപ്പായക്കാർ എന്നറിയപ്പെടുന്നത് ഇറ്റലിയിലെ ഫാസിസ്റ്റുകളാണ്. ബെനിറ്റോ മുസോളിനിയാണ് നേതാവ്. ജർമ്മനിയിൽ നാസിസമാണ്. അഡോൾഫ് ഹിറ്റ്ലർ ആണ് നേതൃത്വം കൊടുത്തത്. 1923 അധികാരം പിടിച്ചെടുക്കാൻ ബെർലിനിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും തുടർന്ന് തുറുങ്കിലടയ്ക്കപ്പെടുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ എത്തുവാനുള്ള ശ്രമം ആരംഭിച്ചു. തവിട്ടുകുപ്പായക്കാർ എന്നറിയപ്പെട്ട സൈന്യം രൂപീകരിച്ചു. 1933 തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ വന്നു. കമ്മ്യൂണിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, ജനാധിപത്യവാദികൾ, ജൂതർ എന്നിവരെ ഇല്ലാതാക്കുവാനുള്ള നയം നടപ്പിലാക്കി. ഗസ്റ്റപ്പോ എന്ന രഹസ്യ പോലീസ് സേനയെ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരകൾ രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു. രണ്ടാം ലോക മഹായുദ്ധത്തിനു വേണ്ടി ഉടലെടുത്ത സൈനിക ശക്തികളാണ് അച്ചുതണ്ട് ശക്തിയും സഖ്യശക്തിയും. അച്ചുതണ്ട് ശക്തിയിൽ ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. സഖ്യകക്ഷിയിൽ ഇംഗ്ലണ്ട്, ചൈന, ഫ്രാൻസ്. ന്യായ സമൂഹം, ജസ്റ്റിസ് സൊസൈറ്റി. ജാതി, മതം, ലിംഗപദവി എന്നീ ഭേദങ്ങളില്ലാതെ എല്ലാ അംഗങ്ങൾക്കും സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ നീതി ലഭ്യമാക്കുന്ന ഒരു സമൂഹമാണ് ന്യായ സമൂഹം. എല്ലാ അംഗങ്ങളും സന്തോഷവും ക്ഷേമവും ആസ്വദിക്കുന്ന ഒരു സമൂഹത്തെ ന്യായ സമൂഹം എന്ന് പറയാം. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കുഞ്ഞാലിമരയ്ക്കാർ. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരങ്ങളെയും സംരക്ഷിക്കുന്നത് കുഞ്ഞാലിമരയ്ക്കാറാണ്. കുഞ്ഞാലിമരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലയളവിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയംകോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനാണ്. കുഞ്ഞാലി നാലാമനാണ്. പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചത് കുഞ്ഞാലി നാലാമനെയാണ്. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധഃപതനവും ആരംഭിച്ചു. ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. ഈ രചനയ്ക്ക് അദ്ദേഹത്തിനെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട് എന്നിവരുടെ രചനകളെ
എന്നിവരും രചനകളിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ ആണ്. ക്ലോഡിയ ഗോൾഡൻ 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. തൊഴിൽ രംഗത്തെ സ്ത്രീകളെക്കുറിച്ചുള്ള പഠനത്തിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചത്. തൊഴിൽ പങ്കാളിത്തത്തിലും വരുമാനത്തിലുമുള്ള ലിംഗ-പദവി വ്യത്യാസങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചായിരുന്നു ഗവേഷണം. സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡൻ. ആർട്ടിക്കിൾ 14 എല്ലാ ലിംഗപദവികളുടെയും തുല്യ അവകാശം. ആർട്ടിക്കിൾ 15 ഒരു വ്യക്തിക്കും ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ വിവേചനം ഉണ്ടാക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 16 എല്ലാ ലിംഗപദവിക്കും അവസര സമത്വം. ആർട്ടിക്കിൾ 19(1)(a) എല്ലാ ലിംഗപദവിക്കും സ്വതന്ത്രമായി വേഷം, പെരുമാറ്റം, പ്രവർത്തികൾ എന്നിവയിലൂടെ ലിംഗപദവി പ്രകടിപ്പിക്കാൻ അവകാശമുണ്ട്. ആർട്ടിക്കിൾ 21 എല്ലാ ലിംഗപദവികൾക്കും അന്തസ്സിനും വ്യക്തിസ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും അവകാശമുണ്ട്. ആർട്ടിക്കിൾ 51(a) സ്ത്രീകളുടെ അന്തസ്സിന് കുറവ് വരുത്തുന്ന സാഹചര്യങ്ങൾ പരിത്യജിക്കേണ്ടത് ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കർത്തവ്യമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 2002 86-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21(a) പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലിൽ നിയമം പ്രാബല്യത്തിൽ വന്നു. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കി. ചൂഷണത്തിനെതിരായ അവകാശം. നമ്മുടെ രാജ്യത്ത് പല വിഭാഗം ജനങ്ങളും മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുന്നതും ചൂഷണം ചെയ്യപ്പെടുന്നതുമായ സാമൂഹിക സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അടിമത്തം, മനുഷ്യക്കടത്ത്, നിർബന്ധിത ജോലി, ബാലവേല തുടങ്ങിയ ചൂഷണങ്ങളെ ഇല്ലാതാക്കി സുരക്ഷിത ജീവിതം ഉറപ്പു നൽകുകയാണ് ചൂഷണത്തിനെതിരായ അവകാശത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന ചെയ്യുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 23 എല്ലാവിധ അടിമജോലികളെയും മനുഷ്യക്കച്ചവടത്തെയും നിരോധിക്കുകയും കുറ്റകരമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആർട്ടിക്കിൾ 24 പ്രകാരം 16 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലോ വ്യവസായശാലകളിലോ മറ്റ് അപകട മേഖലകളിലോ ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്നു. ആർട്ടിക്കിൾ 23 അടിമവേല, മനുഷ്യക്കടത്ത്. ആർട്ടിക്കിൾ 24 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഖനികളിലും വ്യവസായശാലകളിലും മറ്റ് അപകടകരമായ മേഖലകളിലും ജോലി ചെയ്യിപ്പിക്കുന്നത് നിരോധിക്കുന്നു. മൗലിക അവകാശങ്ങൾ. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം ആർട്ടിക്കിൾ 29, 30. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 32. റിട്ടുകൾ. ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. മാൻഡമസ്. ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കപ്പെടുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. പ്രൊഹിബിഷൻ. തങ്ങളുടെ അധികാരപരിധിയിൽ വരാത്ത ഒരു കേസ് കീഴ്ക്കോടതികൾക്ക് പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ഉത്തരവ്. കോ വാറന്റോ. ഒരു ഉദ്യോഗസ്ഥൻ അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ്. സെർഷ്യോററി. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് കൈമാറ്റം ചെയ്യുവാനുള്ള ഉത്തരവ്. നിർദ്ദേശക തത്വങ്ങളെ ഉദാര ആശയങ്ങൾ, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ, ഗാന്ധിയൻ ആശയങ്ങൾ എന്നിങ്ങനെ മൂന്നായി തിരിക്കാം. ഉദാര ആശയങ്ങൾ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായവും, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പരിചരണവും വിദ്യാഭ്യാസവും വ്യവസ്ഥ ചെയ്യുക, പരിസ്ഥിതി, കന്നുകാലി, വന്യജീവി സംരക്ഷണം. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതനം, സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ വേതനം, വ്യവസായശാലകളുടെ നടത്തിപ്പിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം, തൊഴിൽ ചെയ്യുന്നതിനുള്ള അവകാശം, നീതിപൂർവകവും മാനുഷികവുമായ തൊഴിൽ സാഹചര്യങ്ങളും പ്രസവാനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുക. ഗാന്ധിയൻ ആശയങ്ങൾ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക, കുടിൽ വ്യവസായങ്ങൾ പരിപോഷിപ്പിക്കുക, കൃഷിയും മൃഗസംരക്ഷണവും ലഹരി പാനീയങ്ങളുടെയും ആരോഗ്യത്തിന് ഹാനികരമായ മരുന്നുകളുടെയും ഉപയോഗത്തിലുള്ള നിരോധനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും ഉന്നമനം. മൗലിക കർത്തവ്യങ്ങൾ. ഓരോരുത്തരും
ഓർക്കേണ്ടത്, ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. സർദാർ വല്ലഭായ് പട്ടേൽ. അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പയിരിനെ നാലായി തിരിക്കാം. മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ്, ലിമണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റിനെ കറുത്ത അയിര് എന്ന് വിളിക്കുന്നു. മികച്ച ഗുണനിലവാരമുള്ള മാഗ്നറ്റൈറ്റ് തമിഴ്നാട്, കർണാടകം, ജാർഖണ്ഡ്, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നു. ഉൽപാദന വ്യവസായങ്ങൾ: കാർഷിക അധിഷ്ഠിത വ്യവസായം, പഞ്ചസാര വ്യവസായം, ധാതു അധിഷ്ഠിത വ്യവസായം, ഇരുമ്പയിര് വ്യവസായം, രാസാധിഷ്ഠിത വ്യവസായം, പെട്രോളിയം വ്യവസായം, വനാധിഷ്ഠിത വ്യവസായം, പേപ്പർ വ്യവസായം, മൃഗാധിഷ്ഠിത വ്യവസായം, തുകൽ വ്യവസായം. ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ: ഭൂഘടന, കാലാവസ്ഥ, ജലം, ഊർജം, അസംസ്കൃത വസ്തുക്കൾ. ഭൂമിശാസ്ത്രപരമല്ലാത്ത ഘടകങ്ങൾ: മൂലധനം, സംഘാടനം, വിപണി, ഗവൺമെന്റ് നയങ്ങൾ, ഗതാഗതം, തൊഴിലാളികളുടെ ലഭ്യത. 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം നാണയങ്ങളും ₹1 നോട്ടും ഒഴികെയുള്ള എല്ലാ കറൻസികളും അച്ചടിച്ചിറക്കാൻ അധികാരമുള്ളത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. നാണയങ്ങൾ, ₹1 നോട്ട് എന്നിവ അച്ചടിച്ചിറക്കുന്നത് ഇന്ത്യാ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ്. കറൻസികൾ രൂപകൽപ്പന ചെയ്യുക, സുരക്ഷാ സവിശേഷതകൾ ഉൾപ്പെടുത്തുക, അച്ചടിച്ച് വിതരണം ചെയ്യുക എന്നീ ധർമ്മങ്ങളും നിർവഹിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യാ ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള നാസിക്, മഹാരാഷ്ട്ര, ദേവാസ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലും ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ മൈസൂർ, കർണാടക, സാൽബോണി, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലുമുള്ള പ്രസ്സുകളിലുമാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. നാസിക്, മഹാരാഷ്ട്ര, ദേവാസ്, മധ്യപ്രദേശ് എന്നീ പ്രസ്സുകളിലും, അതുപോലെ തന്നെ ഭാരതീയ റിസർവ് ബാങ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ ലിമിറ്റഡിന്റെ മൈസൂർ, കർണാടകയിലും അതുപോലെ തന്നെ സാൽബോണി, പശ്ചിമ ബംഗാളിലുമാണ് ഈ പ്രസ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. 2016 നവംബർ 8 ഇന്ത്യയിൽ അടുത്ത കാലത്തായിട്ട് ഡിമോണിറ്റൈസേഷൻ നടപ്പിലാക്കിയത്. 500 രൂപ, 1000 രൂപ എന്നീ കറൻസികളാണ് ലീഗൽ ടെൻഡർ അല്ല എന്ന് പ്രഖ്യാപിച്ചത്. 500 രൂപയുടെയും 2000 രൂപയുടെയും പുതിയ നോട്ടുകൾ വന്നു. പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 വരെ പഴയ കറൻസി നോട്ടുകൾ ബാങ്കിലും ഡിക്ലറേഷനോട് കൂടിയിട്ട് 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ഈ ഡേറ്റുകൾ ശ്രദ്ധിക്കണം. നമ്മൾ 2016 നവംബർ 8 റദ്ദാക്കിയ ഡേറ്റ് മാത്രം പഠിച്ചു പോകും. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് ഡിക്ലറേഷൻ ഇല്ലാതെ 2016 ഡിസംബർ 31 വരെയും ഡിക്ലറേഷനോട് കൂടി 2017 മാർച്ച് 31 വരെ RBIയിലും നിക്ഷേപിക്കാം. 2016 ഡിസംബർ 31, 2017 മാർച്ച് 31. 2026 മെയ് മാസത്തിൽ നടന്ന ഡിഗ്രി പ്രിലിംസ് സ്റ്റേജ് 2 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെട്ട ഒരു SCERT പോർഷനാണിത്. ഈ ഒരു പാഠഭാഗം വായിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും കിട്ടാമായിരുന്ന ഒരു മാർക്കായിരുന്നു അത്. ഇപ്പം ഡിഗ്രി പ്രിലിംസിൽ പോലും ചോദിക്കുന്നുണ്ടെങ്കിൽ 10th പ്രിലിംസ്, LGS, അതുപോലത്തെ VFA, ബെവ്കോലൊക്കെ ചോദിക്കാൻ ഏറ്റവും ചാൻസുള്ള ഒരു പാർട്ടാണ്. റിസർവ് ബാങ്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ആകെ പണത്തിൻ്റെ അളവിനെ കാണുന്നത് M1, M2, M3, M4 എന്നീ രൂപങ്ങളിലാണ്. M1 എന്ന് പറയുകയാണെങ്കിൽ പൊതുജനങ്ങളുടെ കൈവശമുള്ള നാണയങ്ങൾ, കറൻസി നോട്ടുകൾ, വാണിജ്യ ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപവും. M2 എന്ന് പറഞ്ഞാൽ M1+, M1ൽ പറഞ്ഞ കാര്യങ്ങളിലും അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്കുകളിലെ സമ്പാദ്യ നിക്ഷേപം. M3 എന്ന് പറയുകയാണെങ്കിൽ M1+, വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപം. M4 എന്ന് പറയുകയാണെങ്കിൽ M3 എന്ന് പറയുമ്പോൾ M1ലുള്ളതും അതിൻ്റെ കൂടെ തന്നെ വാണിജ്യ ബാങ്കുകളിലെ അറ്റ സ്ഥിര നിക്ഷേപം പ്ലസ് പോസ്റ്റ് ഓഫീസുകളിലെ മൊത്ത നിക്ഷേപം. ഇതിൽ M1, M2 എന്നത് ഇടുങ്ങിയ പണം, നാരോ മണി എന്നും M3, M4 എന്നത് വിശാല പണം, ബ്രോഡ് മണി എന്നും പറയുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉള്ളത് എന്നായിരുന്നു ക്വസ്റ്റ്യൻ? M1-നാണ്. ഇക്കണോമിക്സിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഏറ്റവും റിപ്പീറ്റേറ്റീവായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബോക്സാണ് SCERT-യിൽ ഈ തന്നിരിക്കുന്നത്. എന്താണ് റിപ്പോ റേറ്റ്, എന്താണ് റിവേഴ്സ് റിപ്പോ നിരക്ക്? എല്ലാവർക്കും കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. അപ്പോൾ റിപ്പോ നിരക്ക് എന്നാൽ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്നും വായ്പ എടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ നിരക്കാണ്. അപ്പോൾ റിപ്പോ എന്ന് പറയുമ്പോൾ പലിശ നിരക്ക് ഈടാക്കുന്ന ആരാണ്? RBI ആണ്. ഓക്കെ. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുകയാണ്. വായ്പ എടുക്കുന്നത് വാണിജ്യ ബാങ്കാണ്.
റിവേഴ്സ് റിപ്പോ നിരക്ക്. വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിന് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക്. ഇവിടെ വാണിജ്യ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. പണ്ട് റിസർവ് ബാങ്കിൽ നിന്ന് എടുക്കുമായിരുന്നു വായ്പയായിട്ട്. ഇത് റിസർവ് ബാങ്കിൽ നിക്ഷേപിക്കുമ്പോൾ റിസർവ് ബാങ്ക് എന്താണ് പലിശ കൊടുക്കും. ആ നിരക്കിനെയാണ് റിവേഴ്സ് റിപ്പോ നിരക്ക് എന്ന് പറയുന്നത്. ധനനയം, നികുതി ചുമത്തൽ, ഗവൺമെന്റ് ചെലവുകൾ എന്നിവയെ സംബന്ധിച്ച നയമാണ് ധനനയം. ധനനയത്തിൽ നികുതി ചുമത്തലും ഗവൺമെന്റ് ചെലവുകളും. പണനയത്തിൽ പണത്തിന്റെ അളവ്, പലിശ നിരക്ക് എന്നിവയെക്കുറിച്ചാണ് പണനയത്തിൽ പറയുന്നത്. ടൈഗൈ മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണിത്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാലത്ത് -13 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. 50 സെന്റിമീറ്റർ മുതൽ 70 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയും രൂപത്തിലായിരിക്കും. ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്ത ഭാഗമാണിത്. ടൈഗൈ മേഖല. ടൈഗൈ മേഖലയിൽ ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വേനൽക്കാലത്ത് 15 ഡിഗ്രി മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയും ശൈത്യകാലത്ത് -13 ഡിഗ്രി സെൽഷ്യസ് മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെ. ടൺഗ്ര മേഖല. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങളിൽ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന അതിശൈത്യ മേഖലയാണിവ. ടൺഡ്ര മേഖല അതിശൈത്യ മേഖലയാണ്. ഇവിടെ ശൈത്യകാല താപനില -25 ഡിഗ്രി സെൽഷ്യസ് മുതൽ -40 ഡിഗ്രി സെൽഷ്യസ് വരെയും വേനൽക്കാലത്ത് താപനില 10 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുമുണ്ട്. ടൺഡ്ര മേഖലയിലെ മുഖ്യമായും മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും വർഷണം. വളരെ ശൈത്യമുള്ള മേഖലയാണിത്. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങളിലാണ് ഇത് അനുഭവപ്പെടുന്നത്. മഞ്ഞുവീഴ്ചയിലൂടെയാണ് ഈ കാലാവസ്ഥ പ്രകടമാകുന്നത്. ലോക കാലാവസ്ഥാ സംഘടന 1950 ജനീവ. ഇടപെടലുകൾ, കാലാവസ്ഥാ സമ്മേളനങ്ങൾ. സ്റ്റോക്ക്ഹോം സമ്മേളനം 1972 സ്റ്റോക്ക്ഹോം. പരിസ്ഥിതി പരിപാലനവും വികസനവും. ഭൗമ ഉച്ചകോടി 1992 റിയോ ഡി ജനീവ. പ്രകൃതി സൗഹൃദ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി UN അജണ്ട 21 തയ്യാറാക്കി. ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോ. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 മോൺട്രിയൽ. ഓസോൺ പാളിക്ക് നാശം വരുത്തുന്ന പദാർത്ഥങ്ങളുടെ അളവ് പരിമിതപ്പെടുത്തുക. പാരീസ് ഉടമ്പടി 2015 പാരീസ്. ആഗോള താപവർദ്ധനവ് കുറയ്ക്കുക. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അനന്തരഫലങ്ങളോട് പൊരുത്തപ്പെടുവാൻ ലോകരാജ്യങ്ങളെ സഹായിക്കുക. G20 ഉച്ചകോടി 2023 ന്യൂഡൽഹി. ഒരു ഭൂമി, ഒരു കുടുംബം, ഒരു ഭാവി. ഹരിത വികസനം, കാലാവസ്ഥ, ധനകാര്യം, സമഗ്ര വികസനം. ടൺഡ്ര മേഖലയിലെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളാണ് ഗ്രീൻലാൻഡ്, വടക്കൻ കാനഡ, അലാസ്ക എന്നിവയിൽ എക്സിമോസ് അഥവാ ഇനുയുട്ടുകൾ. വടക്കൻ ഫിലിപ്പൈൻസ്, ഫിൻലാൻഡ്, സ്കാൻഡിനേവിയ, ലാപ്സ്, സൈബീരിയ, സമോയെഡ്സ്, ലെനാതടം, യാക്കൂട്സ്. വടക്ക് കിഴക്കൻ ഏഷ്യ, കൊറിയാക്സ്, ചുക്ചി. ഹിമാലയവും വേർതിരിക്കുന്ന നദികളും. പടിഞ്ഞാറൻ ഹിമാലയം സിന്ധു കാളി, മധ്യ ഹിമാലയം കാളി ടീസ്റ്റ, കിഴക്കൻ ഹിമാലയം ടീസ്റ്റ ബ്രഹ്മപുത്ര. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊകാർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ പ്രധാന നീരൊഴുക്കുവ്യൂഹം. ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമായുങ്തുങ് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാംഗ്, ലോഹിത്, മാനസ് തുടങ്ങിയവയുമാണ് കിഴക്കൻ ഹിമാലയത്തിൻ്റെ നദീവ്യൂഹം. പടിഞ്ഞാറൻ ഹിമാലയം. പ്രധാന ദേശീയോദ്യാനങ്ങൾ.
ഡച്ചിങ്ഹാം ജമ്മു കാശ്മീർ, ഹെമിസ് ലഡാക്ക്, പൂക്കളുടെ താഴ്വര ഉത്തരാഖണ്ഡ്, കോർബറ്റ് ഉത്തരാഖണ്ഡ്, രാജാജി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ്. കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന ദേശീയോദ്യാനങ്ങൾ കാഞ്ചൻജംഗ സിക്കിം, ദ്രിബ്രു സെഖോവ അസം, കാസിരംഗ അസം, മാനസ് അസം, കേബിൾ ലംജാവോ മണിപ്പൂർ. പ്രധാന ദോബുകൾ ബിസ്ത്, ജലന്ധർ ദോബ്, ബിയാസ്, സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ബാരി ദോബ്, ബിയാസ്, രവി എന്നീ നദിക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. രച്ന ദോബ്, രവി, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. ചാച്ച് ദോബ്, ചിനാബ്, ജലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സിന്ധ് സാഗർ ദോബ്, ജലം, ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ. കാർഷിക കാലങ്ങൾ. പ്രധാന വിളകൾ ഖാരിഫ് ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങൾക്കിടയിലാണ്. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്ര, തുവര എന്നിവയാണ് ഖാരിഫ് കാലത്ത് വിളവെടുക്കുന്നത്. റാബി ഒക്ടോബർ മുതൽ മാർച്ച് വരെ. മിതോഷ്ണ ഉപോഷ്ണ വിളകളാണ് ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുക് വർഗ്ഗങ്ങൾ, ബാർലി. സൈദ് ഏപ്രിൽ മുതൽ ജൂൺ വരെ. പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം. ഒരു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെ നീർത്തടം എന്ന് വിളിക്കുന്നു. രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. മഹാനദി. ഉത്ഭവസ്ഥാനം റായ്പൂരിലെ സിഹാവ, ഛത്തീസ്ഗഡ്. പോഷക നദികൾ ഇബ്, ടെല്ല്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്. ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. പ്രാൺഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവയാണ് പോഷക നദികൾ. ഒഴുകുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൂടെ. കൃഷ്ണ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നു. തുംഗഭദ്ര, ഭീമ, കൊയ്ന എന്നിവയാണ് പ്രധാന പോഷക നദികൾ. മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്നു. കാവേരി, ബ്രഹ്മഗിരി കുന്നുകൾ കർണാടകം. കബനി, ഭവാനി, അമരാവതി എന്നിവയാണ് പോഷക നദികൾ. ഒഴുകുന്നത് കർണാടകം, തമിഴ്നാട്, കേരളം. നർമ്മദ. ഉത്ഭവസ്ഥാനം അമർകണ്ടക്, മധ്യപ്രദേശ്. പോഷക നദികൾ ഹിരൺ, ബഞ്ചാർ. നദീതടം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. താപ്തി. ഉത്ഭവസ്ഥാനം മുൽത്തായ്, മധ്യപ്രദേശ്. പ്രധാന പോഷക നദികൾ പൂർണ, ഗിർന. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. നദീതട പദ്ധതികൾ. ഒഴുകുന്ന നദി സംസ്ഥാനം ഹിരാക്കുണ്ട് മഹാനദി, ഒഡീഷ. തുംഗഭദ്ര നദി കൃഷ്ണ നദിയുടെ പോഷക നദിയാണ്, കർണാടകം. സർദാർ സരോവർ, നർമ്മദ, ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ, കാവേരി, കർണാടകം. നിസാം സാഗർ, ഗോദാവരി, ആന്ധ്രാപ്രദേശ്. രാഷ്ട്രപതി. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവനാണ് രാഷ്ട്രപതി. 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ കാലാവധി. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ വഹിക്കുന്നത്. പ്രധാനമന്ത്രി. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിൻ്റെയും നേതാവാണ്. മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കുവാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. സുപ്രീം കോടതി. നമ്മുടെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. നിലവിൽ വന്നത് 1950 ജനുവരി 28-ന്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ജഡ്ജിമാരെ കാലാവധിക്ക് മുൻപായി നീക്കം ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുൻപാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായും നിലകൊള്ളുന്നു.
രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ. ഉത്ഭവാധികാരം. സുപ്രീം കോടതിക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരത്തിൽ പറയുന്നത്. അതിനുദാഹരണമാണ് കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. അപ്പീൽ പരിഗണിക്കുവാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏത് കീഴ്ക്കോടതിക്കും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണ്. ഉപദേശക അധികാരം. രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോഴും അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകൻ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിലനിൽക്കുന്നത് അതിൻ്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അതായത് പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനും സുപ്രീം കോടതിക്ക് പ്രത്യേക അധികാരമുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 324 പ്രകാരം 1950 ജനുവരി 25-ന് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും ചേർന്നതാണ് നിലവിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത്. 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ ആണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഇംപീച്ച്മെന്റിലൂടെ മാത്രമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ കഴിയൂ. കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ചീഫ് ഇലക്ടറൽ ഓഫീസർമാരാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കൽ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, ലോക്സഭ, രാജ്യസഭ, സംസ്ഥാന നിയമസഭാ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടം, നടത്തിപ്പ്, നിയന്ത്രണം. പെരുമാറ്റച്ചട്ടങ്ങളുടെ പ്രഖ്യാപനവും നടപ്പിലാക്കലും. രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകലും ചിഹ്നം അനുവദിക്കലും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കൽ, നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കൽ, സൂക്ഷ്മ പരിശോധന, നാമനിർദ്ദേശ പത്രിക അംഗീകരിക്കൽ, സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കൽ. വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തീയതികൾ നിശ്ചയിക്കൽ, ഫലപ്രഖ്യാപനവും തർക്കങ്ങൾ പരിഹരിക്കലും. തിരഞ്ഞെടുപ്പ് ചെലവ് പരിശോധിക്കലും തുടർ നടപടികൾ സ്വീകരിക്കലും. മനുഷ്യാവകാശ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12-ന് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയായിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ, സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. 1993 സെപ്റ്റംബർ 28-നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇത് പ്രകാരമാണ് ദേശീയ, സംസ്ഥാന തലങ്ങളിൽ മനുഷ്യാവകാശ കമ്മീഷനുകൾ പ്രവർത്തിക്കുന്നത്. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവ നിർവചിച്ചിരിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികൾ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക, മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, വ്യാഖ്യാനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിന് വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1997-98 ഡിസംബർ 11-നാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയായിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ.
ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ട് നിയമപരമായ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും നടപ്പിലാക്കുകയും ശുപാർശ ചെയ്യുകയും ചെയ്യുന്നത് ദേശീയ വനിതാ കമ്മീഷനാണ്. 1992 ജനുവരി 31 ദേശീയ വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. ചെയർപേഴ്സണും 5 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉൾപ്പെട്ടതാണ് കമ്മീഷൻ. ഈ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും തുല്യതയ്ക്കും അവകാശ സംരക്ഷണത്തിനുമായി വിപുലമായ അധികാരങ്ങളും ചുമതലകളുമാണ് ദേശീയ വനിതാ കമ്മീഷനിലുള്ളത്. സ്ത്രീധന നിരോധന നിയമം 1961. സ്ത്രീധനം എന്ന ദുരാചാരം സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുന്നതിനും സ്ത്രീധനത്തിന്റെ പേരിലുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും വേണ്ടി 1961 പാർലമെന്റ് പാസാക്കിയ നിയമമാണ് സ്ത്രീധന നിരോധന നിയമം. വിവാഹവുമായി ബന്ധപ്പെട്ട് നിർബന്ധിതമായോ മുൻധാരണകൾ പ്രകാരമോ നൽകുന്ന ധനമാണ് സ്ത്രീധനം. ഒരു നിശ്ചിത തുകയോ ആഭരണമോ സ്വത്തോ കൊടുക്കാമെന്നുള്ള വാഗ്ദാനമാണ് ഒരാളെ വിവാഹത്തിന് സമ്മതിക്കുന്നുവെങ്കിൽ അത് സ്ത്രീധനമാണ്. ഈ നിയമപ്രകാരം സ്ത്രീധനം സ്വീകരിക്കുന്നതും നൽകുന്നതും കുറ്റകരമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005. നമ്മുടെ രാജ്യത്ത് 2006 ഒക്ടോബർ 26 ആണ് ഗാർഹിക പീഡന നിരോധന നിയമം പ്രാബല്യത്തിൽ വന്നത്. ജീവിത പങ്കാളികളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതാണ് ഈ നിയമം. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും അപകടപ്പെടുത്തുന്നതുമായ എല്ലാ അതിക്രമങ്ങളും ഗാർഹിക പീഡനത്തിന്റെ വിശാല നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരമാണ് ആസ്ഥാനം. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരിയായിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ 1993 മെയ് 17 രൂപീകരിച്ചത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 5 അംഗങ്ങളും ചേർന്നതാണ് കമ്മീഷൻ. കേന്ദ്ര ഗവൺമെന്റാണ് ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ കാലാവധി. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5 കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിലുള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവ കമ്മീഷന്റെ മുഖ്യ ലക്ഷ്യങ്ങളാണ്. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിക്കുന്നു. ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതന്റെ ജില്ല ആലപ്പുഴ, ചേർത്തല താലൂക്ക്, കടക്കരപ്പള്ളി ഗ്രാമം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാൾ, ഒറീസ, ബീഹാർ എന്നീ സ്ഥലങ്ങളിലാണ് നടപ്പിലാക്കിയത്. നടപ്പിലാക്കിയ വ്യക്തി കോൺവാലിസ് പ്രഭു. ഇതിന്റെ സവിശേഷതകൾ: ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ബംഗാൾ, ബീഹാർ, ഒറീസ, കോൺവാലിസ് പ്രഭു. റേറ്റ്വാരി സമ്പ്രദായം 1820 ദക്ഷിണേന്ത്യയിലെ ഡെക്കാൻ പ്രദേശങ്ങളിലായിരുന്നു നടപ്പിലാക്കിയത്. തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡും കർഷകരെ ഭൂവുടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. റേറ്റ്വാരിയിൽ നേരിട്ടാണ് കർഷകരിൽ നിന്ന് ബ്രിട്ടീഷുകാർ നികുതി പിരിച്ചിരുന്നത്. മഹൽവാരി സമ്പ്രദായം 1822 ഉത്തരേന്ത്യൻ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങളിലാണ്. വോൾട്ട് മക്കൻസിയാണ് നേതൃത്വം നൽകിയത്. ഗ്രാമത്തെ ഒരു യൂണിറ്റ് ആക്കി കണക്കാക്കിയിട്ടാണ് നികുതി പിരിച്ചത്. നികുതിയിൽ വിട്ടുവീഴ്ച വരുത്തിയ ഗ്രാമങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു.
ഉൽഗുലാൻ, സന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്ര കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. ഈ കലാപത്തിന്റെ കാരണങ്ങൾ ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണം. ഉൽഗുലാൻ എന്ന വാക്കിന്റെ അർത്ഥം വലിയ കോലാഹലം, വലിയ ഇളക്കം എന്നിങ്ങനെയാണ്. മുണ്ട കലാപം എന്നും അറിയപ്പെടുന്നത് ഉൽഗുലാനാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം കലാപങ്ങൾ നടന്ന സ്ഥലം, അതിന് നേതൃത്വം നൽകിയത്, അതിൻ്റെ സവിശേഷതകളാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഒരു കോളമാണിത്. ഡൽഹി, ബഹദൂർ ഷാ രണ്ടാമൻ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റംഗൂണിലേക്ക് നാടുകടത്തി. ജനറൽ ബക്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലായിരുന്നു. ജനറൽ ബക്ത് ഖാൻ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്. ഝാൻസിയിലെ ഭരണാധികാരിയായിരുന്നു റാണി ലക്ഷ്മിബായ്. കാൺപൂരിൽ നാനാ സാഹിബ് മറാത്ത ഭരണാധികാരിയായിരുന്നു. താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ സൈനിക തലവനായിരുന്നു. ഗറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചത് താന്തിയ തോപ്പിയാണ്. ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ അവധിലെ ഭരണാധികാരിയായിരുന്നു. ബീഹാറിലെ ആരയിൽ കൺവന്റ് സിംഗ് ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവായിരുന്നു. പ്രധാന ദേശീയ സാഹിത്യകാരും അവരുടെ ഭാഷയും: ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി, ലക്ഷ്മിനാഥ് ബസ്ബെറുവ ആസാമീസ്, വിഷ്ണുശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി, സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിചന്ദ്ര പ്രേംചന്ദ് ഹിന്ദി, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. പത്രം ഭാഷ: അമൃത് ബസാർ പത്രിക ബംഗാളി പത്രമാണ്. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ്, മാതൃഭൂമി അല്ലമീൻ മലയാളം. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്: സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. പണ്ഡിത രമാബായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിനു വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായി ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു. പണ്ഡിത രമാബായി കർണാടക സ്വദേശിയാണ്. 1889 നടന്ന ബോംബെ INC സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും: പ്രാർത്ഥനാ സമാജം ആത്മാരാം പാണ്ഡുരംഗ്, ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി, അലിഗഡ് പ്രസ്ഥാനം സർ സെയ്ദ് അഹമ്മദ് ഖാൻ, തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്, രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ, ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തന കേന്ദ്രം നേതൃത്വം നൽകിയവർ: ഇന്ത്യൻ അസോസിയേഷൻ കൽക്കത്ത സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദമോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭ മദ്രാസ് M വീരരാഘവാചാരി, G സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ ചാർലു. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെ, ഫിറോഷ മേത്ത, KT തലാഖ്, ബഹറുദ്ദീൻ ത്യാബ്ജി. വിപ്ലവ സംഘടനകൾ സ്ഥലം നേതൃത്വം നൽകിയവർ: അനുശീലൻ സമിതി ബംഗാൾ, സജീന്ദ്രനാഥ സന്യാൽ, അരബിന്ദോ ഘോഷ്. ഭാരതമാത അസോസിയേഷൻ മദ്രാസ്, നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി ബംഗാൾ, രാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദർ പാർട്ടി അമേരിക്ക, ലാല ഹർദയാൽ.
അക്ഷാംശ രേഖകൾ പകലിന്റെ ദൈർഘ്യം 90 ഡിഗ്രി വടക്ക് 24 മണിക്കൂറും 66 ഡിഗ്രി വടക്ക് 24 മണിക്കൂർ 23 ഡിഗ്രി വടക്ക് 13 മണിക്കൂർ 27 മിനിറ്റ് 0 ഡിഗ്രി 12 മണിക്കൂർ 23 ഡിഗ്രി തെക്ക് 10 മണിക്കൂർ 33 മിനിറ്റ് 66 ഡിഗ്രി തെക്ക് പകല് ഇല്ല 90 ഡിഗ്രി തെക്കും പകലില്ല. സൂര്യന്റെ അയനം, അതിൻ്റെ കാലയളവ്, ഋതുക്കൾ എന്നിവയാണ്. ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശരത്കാലവും. ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവും. ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്ക് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവും. ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും. പ്രാദേശിക വാദങ്ങൾ, വീശുന്ന പ്രദേശം, സവിശേഷതകൾ. ലൂ ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ വീശുന്ന ഉഷ്ണക്കാറ്റാണ്. ചിനൂക്ക് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഫൊൻ യൂറോപ്പിലെ ആൽപ്സ് പർവ്വതച്ചരിവിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ്. ഹെർമാറ്റൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ കൊടും ചൂടിന് ശമനമേകുന്നു. തുഷാരം രാത്രികാലത്ത് ഭൗമോപരിതലം തണുക്കുന്നതിനെ തുടർന്ന് ഉപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗവും തണുക്കുന്നു. നീരാവി ഘനീഭവിച്ച് വെള്ളത്തുള്ളികളായി പുൽക്കൊടികളിലും ഇലകളിലും മറ്റ് തണുത്ത പ്രതലങ്ങളിലും പറ്റിപ്പിടിക്കുന്നു. ഹിമം അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി കുറയുന്ന പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ തുഷാരത്തിന്റെ സ്ഥാനത്ത് നേർത്ത ഹിമകണികകൾ രൂപം കൊള്ളുന്നു. മൂടൽമഞ്ഞ് അന്തരീക്ഷം തണുക്കുമ്പോൾ നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായി അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നു. അന്തരീക്ഷത്തിന്റെ താഴ്ന്ന വിതാനങ്ങളിൽ പൊടിപടലങ്ങൾ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിനാലാണ് മൂടൽമഞ്ഞുണ്ടാകുന്നത്. മൂടൽമഞ്ഞിലൂടെയുള്ള ദൂരക്കാഴ്ചയെ അടിസ്ഥാനമാക്കി അവയെ നേർത്ത മൂടൽമഞ്ഞ്, കനത്ത മൂടൽമഞ്ഞ് അഥവാ മിസ്റ്റ് ഫോഗ് എന്നിങ്ങനെ തരംതിരിക്കാം. മേഘങ്ങൾ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ കേന്ദ്രീകരിച്ച് ഘനീകരണം നടക്കുന്നതിലൂടെ മേഘങ്ങൾ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ രൂപം കൊള്ളുന്ന ജലകണികകളുടെ വലുപ്പം 0.001 സെന്റിമീറ്ററിലും താഴെയാണ്. താഴ്ന്ന വിതാനങ്ങളിൽ കനത്ത പാളികളായി രൂപപ്പെടുന്ന മേഘങ്ങളെ സ്ട്രാറ്റസ് മേഘങ്ങൾ എന്നും, ഉയർന്ന തോതിലുള്ള സംവഹന പ്രവാഹത്തിന്റെ ഫലമായി രൂപം കൊള്ളുന്ന പഞ്ഞിക്കെട്ടുകൾക്ക് സമാനമായ മേഘങ്ങളെ ക്യുമുലസ് മേഘങ്ങൾ എന്നും വിളിക്കുന്നു. ഈ മേഘങ്ങൾ ലംബദിശയിൽ കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നു. താഴ്ന്ന വിതാനങ്ങളിൽ രൂപപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങളെ നിംബസ് മേഘങ്ങൾ എന്ന് വിളിക്കുന്നു. സാന്ദ്രമായ ജലകണികകൾ സൂര്യപ്രകാശത്തെ കടത്തിവിടാത്തതിനാലാണ് ഇവയ്ക്ക് ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നത്. സാവന്ന കാലാവസ്ഥാ മേഖല ഇരു അർദ്ധഗോളങ്ങളിലും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും, തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും, വെനസ്വേലയിൽ ലനോസ് എന്നും അറിയപ്പെടുന്നു. ഇരു അർദ്ധഗോളങ്ങളിലും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രിക്കിടയിലാണ് കാണപ്പെടുന്നത്. ഉഷ്ണമേഖലാ പുൽമേടുകളാണിവ. ആഫ്രിക്കയിൽ സാവന്ന എന്നും, തെക്കൻ ബ്രസീലിൽ കാമ്പോസ് എന്നും, വെനസ്വേലയിൽ ലനോസ് എന്നും അറിയപ്പെടുന്നു. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന ചാരനിറത്തിലുള്ള കൂനകൾ പോലുള്ള മേഘങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? തന്നിരിക്കുന്നവയിൽ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം ഏതാണ്? കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച മേഘങ്ങളെക്കുറിച്ചുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഇനി നമുക്ക് മേഘത്തെക്കുറിച്ച് പഠിച്ച് ഈ ഉത്തരങ്ങളിലേക്ക് എത്താം. SCRT ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അന്തരീക്ഷത്തിൽ ഉയർന്ന തലങ്ങളിൽ ജലബാഷ്പം ഘനീഭവിച്ച് രൂപം കൊള്ളുന്ന നേർത്ത ജലകണികകളുടെയോ ഹിമകണികകളുടെയോ സഞ്ചയമാണ് മേഘങ്ങൾ. ഭൂമുഖത്ത് നിന്നും ഉയരങ്ങളിൽ രൂപം കൊള്ളുന്നതിനാൽ മേഘങ്ങൾ വിവിധ ആകൃതിയിൽ കാണപ്പെടുന്നു. ഉയരം, വിസ്തൃതി, സാന്ദ്രത, സുതാര്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്, നിംബസ് എന്നിങ്ങനെ തരംതിരിക്കാം. സിറസ് 8000 മീറ്റർ മുതൽ
12,000 മീറ്റർ വരെ ഉയരത്തിൽ രൂപപ്പെടുന്നു. നേർത്ത തൂവലുകൾക്ക് സമാനമായി കാണപ്പെടുന്ന മേഘങ്ങളാണിത്. എല്ലായ്പ്പോഴും ഇവയ്ക്ക് വെളുത്ത നിറമായിരിക്കും. ക്യുമുലസ് മേഘങ്ങൾ. കാഴ്ചയിൽ ക്യുമുലസ് മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെ തോന്നുന്നു. 4,000 മീറ്റർ മുതൽ 7,000 മീറ്റർ വരെ ഉയരത്തിൽ രൂപം കൊള്ളുന്നു. പരന്ന അടിഭാഗത്തോടു കൂടിയ അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന രീതിയിലാണ് ഈ മേഘങ്ങൾ കാണപ്പെടുന്നത്. സ്ട്രാറ്റസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആകാശത്തിന്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കടുക്കായിട്ട് കാണപ്പെടുന്നു. താപനഷ്ടം മൂലമോ വ്യത്യസ്തത ഊഷ്മാവിലുള്ള വായുസഞ്ചയങ്ങളുടെ സങ്കലനം മൂലമോ ആണ് ഇവ രൂപം കൊള്ളുന്നത്. നിംബസ് മേഘങ്ങൾ. കറുപ്പ് അഥവാ ഇരുണ്ട ചാര നിറമാണ് നിംബസ് മേഘങ്ങൾക്ക്. ഭൂമിയുടെ ഉപരിതലത്തിനോട് വളരെ അടുത്താണ് ഇവ കാണപ്പെടുന്നത്. സാന്ദ്രത കൂടിയ അതാര്യമായ ഈ മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കടത്തിവിടുന്നില്ല. ചിലപ്പോൾ ഈ മേഘങ്ങൾ ഭൗമോപരിതലത്തിൽ സ്പർശിക്കും വിധം വളരെ താഴെയായി കാണപ്പെടുന്നു. പ്രത്യേക ആകൃതിയൊന്നുമില്ലാതെ കാണുന്ന ജലകണികകളുടെ കൂമ്പാരമാണ് നിംബസ് മേഘങ്ങൾ. SCERT കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് മേഘങ്ങളെക്കുറിച്ചിട്ടുള്ള GK പാർട്ട് നോക്കാം. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി. മേഘങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയ ഘനീകരണം. മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ലുക്ക് ഹൊവാർഡ്. മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. നിശാദീപങ്ങൾ എന്നറിയപ്പെടുന്ന മേഘങ്ങൾ നോക്ടിലുസൻ മേഘങ്ങൾ. നോക്ടിലുസൻ മേഘങ്ങൾ കാണപ്പെടുന്നത് മെസോസ്ഫിയറിലാണ്. മഴമേഘങ്ങൾ എന്നറിയപ്പെടുന്നത് നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ. മഴമേഘങ്ങൾ നിംബോസ്ട്രാറ്റസ് മേഘങ്ങൾ. ഇടിമേഘങ്ങൾ ക്യുമുലോ നിംബസ് മേഘങ്ങൾ. ഫൈനലായിട്ടൊന്ന് നോക്കിയാൽ സിറസ് മേഘങ്ങൾ നേർത്ത തൂവലുകൾ പോലെയാണ് കാണപ്പെടുന്നത്. 8,000 മുതൽ 12,000 മീറ്റർ ഉയരത്തിലാണ്. എപ്പോഴും വെള്ള നിറത്തിലാണ് കാണപ്പെടുക. അപ്പോൾ തന്നെ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ് മേഘങ്ങൾ. ക്യുമുലസ് മേഘങ്ങൾ പഞ്ഞിക്കെട്ട് പോലെയാണ്. 4,000 മുതൽ 7,000 മീറ്റർ ഉയരത്തിലാണ് കാണപ്പെടുന്നത്. പരന്ന അടിവശത്തോടു കൂടി അങ്ങിങ്ങായിട്ട് ചിതറിക്കിടക്കുന്നു. ക്യുമുലസ് പരന്ന അടിഭാഗമാണ്. സ്ട്രാറ്റസ് അടുക്കടുക്കായിട്ടാണ് കാണപ്പെടുന്നത്. സ്ട്രാറ്റസ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും. താപനഷ്ടം മൂലമോ വ്യത്യസ്ത ഊഷ്മാവിലുള്ള വായുസഞ്ചയങ്ങളുടെ സങ്കലനം മൂലമോ രൂപം കൊള്ളുന്ന മേഘങ്ങളാണ് സ്ട്രാറ്റസ് മേഘങ്ങൾ. നിംബസ് മേഘങ്ങൾ കറുത്ത് ഇരുണ്ട ചാര നിറത്തിലായിരിക്കും. സാന്ദ്രത കൂടിയ മേഘങ്ങളാണ് നിംബസ് മേഘങ്ങൾ. സൂര്യപ്രകാശം കടത്തിവിടാറില്ല. ഭൗമോപരിതലം സ്പർശിക്കുന്ന വിധം കാണപ്പെടുന്നതാണ് നിംബസ് മേഘങ്ങൾ. ഇനി നമുക്ക് നമ്മൾ ആദ്യം ചർച്ച ചെയ്ത 2 ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് അതിന് ആൻസർ കണ്ടെത്താം. ചാരനിറത്തിലുള്ള കൂനകൾ പോലെ കാണപ്പെടുന്ന ആകാശത്ത് ഉയർന്നു നിൽക്കുന്ന മേഘങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിംബസ് മേഘങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘം സിറസ് മേഘം. വിദ്യാഭ്യാസ പദ്ധതികൾ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISCOയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി മഞ്ചാടി. വിദ്യാഭ്യാസ പദ്ധതികൾ ഗണിത പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കേരള സർക്കാർ KDISCOയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതി മഞ്ചാടി. ഇതര സംസ്ഥാന കുട്ടികളെ മലയാള ഭാഷയിലേക്ക് അവരുടെ ഭാഷയിലൂടെ ആകർഷിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡയറ്റ് ഡിസ്ട്രിക്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നടപ്പിലാക്കുന്ന പദ്ധതി അധിവാസം പദ്ധതി. ഇതര സംസ്ഥാന കുട്ടികളെ മലയാള ഭാഷയിലേക്ക് അവരുടെ ഭാഷയിലൂടെ ആകർഷിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഡയറ്റ് ഡിസ്ട്രിക്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നടപ്പിലാക്കുന്ന പദ്ധതി അധിവാസം പദ്ധതി. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കുവാനും വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി നേർവഴി. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുള്ള സ്കൂളിൽ സാമൂഹിക വനവൽക്കരണ വിഭാഗം, കൃഷി വകുപ്പ്, ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവരുടെ സഹായത്തോടെ ഫലവൃക്ഷ തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതി മധുരവനം പദ്ധതി. പൊതുവിദ്യാലയങ്ങളിലെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളുടെ സമഗ്ര കായിക പരിപോഷണത്തിനും കായിക സാക്ഷരത ഉറപ്പുവരുത്തുന്നതിനുമായി കായിക യുവജനകാര്യ വകുപ്പിന്റെ സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വികസിപ്പിച്ച പദ്ധതി ഹെൽത്തി കിഡ്സ്. SSLC+2 പഠനം പാതി വഴിയിൽ മുടങ്ങിയവർക്ക് സൗജന്യമായി തുടർ പഠനം സാധ്യമാക്കുന്നതിനുള്ള കേരള പോലീസ് പദ്ധതി ഹോപ്പ്. പൗരനിധി പദ്ധതി, സാക്ഷരതാ വിദ്യാഭ്യാസ പദ്ധതി. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തിന്റെ ഭാഗമായി 100 ദിന കർമ്മ പരിപാടികൾ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പാർശ്വവൽകൃത മേഖലകളിൽ താമസിക്കുന്നവരുടെ അവകാശ സംരക്ഷണം ഉറപ്പാക്കുക, ജനാധിപത്യ സാഹോദര്യ ബോധം ഊട്ടിയുറപ്പിക്കുക, കടമകളും ഉത്തരവാദിത്വങ്ങളും ബോധ്യപ്പെടുത്തുക, സാമൂഹിക അസമത്വം ഒഴിവാക്കുക എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം.
പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര് വിദ്യാവാഹിനി. വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബസ്സുകളിൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ വിദ്യാവാഹൻ. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിലും ലഭ്യമാക്കാനായി കേരള തൊഴിൽ വകുപ്പുകളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന പദ്ധതി കർമ്മചാരി പദ്ധതി. അവികസിത ഗ്രാമങ്ങളിൽ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി സേവാസ്, സെൽഫ് എമേർജിംഗ് വില്ലേജ് അഡ്വാൻസ് സപ്പോർട്ട്. രക്ഷിതാക്കളുടെ സഹായത്തോടെ കുട്ടികളുടെ പഠന നേട്ടം ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരളം ആരംഭിച്ച പദ്ധതി വീട് ഒരു വിദ്യാലയം. ഓട്ടിസം ബാധിച്ച കുട്ടികളെ സർഗശേഷി പരിപോഷിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി കളിക്കൂട്ടം പദ്ധതി. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിൽ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉണർവ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് വകുപ്പിന് കീഴിലെ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഉണർവ്. 5 വയസ്സ് പൂർത്തിയായ മുഴുവൻ പട്ടികവർഗ വിദ്യാർത്ഥികളെയും 1-ാം ക്ലാസ് പ്രവേശനം ഉറപ്പുവരുത്താൻ ആരംഭിച്ച പദ്ധതി ഗോത്രജ്യോതി. ഗോത്രവിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി സമഗ്ര ശിക്ഷ കേരള ഒരുക്കിയ ഓൺലൈൻ പഠന ക്ലാസ് മഴവിൽ പൂവ്. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനോടൊപ്പം സാമൂഹിക മികവ് വളർത്തുവാനും മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാനായി സമഗ്ര ശിക്ഷ കേരള ആരംഭിച്ച പദ്ധതി വൈറ്റ് ബോർഡ്. മത്സ്യഫെഡ് കേസബുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന പദ്ധതി പ്രതിഭാതീരം. കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാവരെയും ബ്രെയിലി ലിപി പഠിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതി ദീപ്തി. ഭിന്നശേഷി കുട്ടികളുടെ ജീവിത നൈപുണ്യം വികസിപ്പിക്കുക, അതിജീവനത്തിന് അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ ഭിന്നശേഷിക്കാരെ നീന്തൽ പരിശീലിപ്പിക്കുന്ന പദ്ധതി ബേറ്റ്സ്. പദ്ധതിയായ സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്ന ശ്രുതി തരംഗവും അനുബന്ധ ധ്വനിയും ഇനി മുതൽ നടപ്പിലാക്കുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി. ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സാമൂഹിക സുരക്ഷാ മിഷൻ സാമൂഹ്യനീതി വകുപ്പിന്റെയും മറ്റു വകുപ്പുകളുടെയും സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതി ഓർമ്മത്തോണി. പ്രളയം നിയന്ത്രിക്കുവാനും മഴവെള്ളം സംഭരിക്കുവാനുമായി സ്പോഞ്ച് സിറ്റി പദ്ധതി നിലവിൽ വരുന്ന കേരളത്തിലെ നഗരം കൊച്ചി. സ്വന്തമായി വീടില്ലാത്ത ഭിന്നശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് ഭവന വായ്പ നൽകുന്ന പദ്ധതി മേരി ഹോം. നിർധരരായ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് സ്വയം തൊഴിലും ഉപജീവന മാർഗവും കണ്ടെത്തുന്നതിനായി പരിശീലനം നൽകുന്ന എന്ന ലക്ഷ്യത്തോടെയുള്ള കേരള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതി സാകല്യം. ഡിമെൻഷ്യ ബാധിതരെ പരിപാലിക്കുന്നതിനും സമൂഹത്തിൽ ഈ വിഷയത്തിനു വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് മുഖേന നടപ്പിലാക്കുന്ന പദ്ധതി സ്മൃതിപഥം. അഭയസ്ഥാനമില്ലാത്ത വിധവകൾക്ക് കുടുംബ ചുറ്റുപാടും സംരക്ഷണം നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നതിന് കേരള സാമൂഹ്യനീതി വനിതാ ശിശു വികസന വകുപ്പ് സംയുക്തമായി ആരംഭിച്ച പദ്ധതി അഭയകിരണം. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിനായി അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹഹസ്തം. കാഴ്ച പരിമിതിയുള്ള അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി ആദ്യ 2 വർഷം വരെ പ്രതിമാസം 2000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി മാതൃജ്യോതി. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ആയുഷ് വകുപ്പിന് കീഴിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ഔഷധ സസ്യങ്ങളെ സംബന്ധിച്ച് അവബോധം വർദ്ധിപ്പിക്കുന്നതിന് ആരംഭിച്ച പദ്ധതി ആരാമം ആരോഗ്യം. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പദ്ധതി ഇ സമൃദ്ധ.